ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്ത് പള്ളിക്കരയ്ക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും ജസ്റ്റ് 350 മീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ ഒരു വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും തൃപ്പൂണിത്തുറ ടൗണിലേക്ക് 13 കിലോമീറ്റർ ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത്. ഒരു ബോക്സി ടൈപ്പിൽ കണ്ടംപററി സ്റ്റൈലിലാണ് വീടിൻ്റെ നിർമ്മാണം. 3 ബെഡ്റൂമാണ് വരുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. 4 മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് കട്ട വിരിച്ച റോഡിന് മുന്നിലായാണ് ഈ വീട് നിൽക്കുന്നത്. ഒരു ചെറിയൊരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായി തന്നെയാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ചുറ്റുമതിൽ നമുക്ക് കാണാം. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വലിപ്പമുള്ള ഒരു ഗേറ്റ് തന്നെയാണ് വീടിന്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് ഇനി നമുക്ക് നേരെ വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാം. 3 ബെഡ്റൂമിന്റെ വീടാണ്. 4.5 സെന്റിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഇന്റർലോക്ക് കട്ടയാണ് വീടിന്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് എല്ലാം കൊടുത്ത് മനോഹരമായി തന്നെയാണ് സൈഡ് ഭാഗങ്ങളെല്ലാം കവർ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് നിങ്ങൾ ഇഷ്ടപ്രകാരമുള്ള പ്ലാനിൽ ഒരു വീട് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസിയായിട്ട് പോകാവുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. ചുറ്റുഭാഗങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി വീടിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരാം. വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് തന്നെയാണ് ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത്. അവിടെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാം. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഡോറിന്റെ ദർശനം വരുന്നത്. മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ള ഫ്രണ്ട് ഡോർ തേക്കും മറ്റുള്ള മരങ്ങളെല്ലാം ആഞ്ഞിലിയും മഹാഗണിയുമാണ്. ഡോർ തുറന്ന് നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹോളിലേക്കാണ്. ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹോള് തന്നെയാണ്. നല്ല സൗകര്യത്തിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാതെ വിൻഡോയിലെല്ലാം ബ്ലൈൻഡ്സ് കർട്ടനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കും LED ലൈറ്റ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ 10ഓളം ചെയറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ള ഒരു ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് കാണാം. ഇനി നമുക്ക് കിച്ചന്റെ ഭാഗത്തേക്ക് വരാം. നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ കബോർഡ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് കിച്ചന്റെ നിർമ്മാണം. 2 ഭിത്തിയിലും വലിപ്പമുള്ള വിൻഡോ വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട്. കിച്ചന്റെ ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായി ഒരു സെക്കൻഡറി കിച്ചണായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിന്റെ ബെഡ്റൂമിലേക്കാണ് പോകാനുള്ളത്. താഴെ ഒരു ബെഡ്റൂമാണ് ലഭിക്കുക. ഈ ബെഡ്റൂമിന് ഏകദേശം 16 അടി നീളവും 12 അടി വീതിയും ലഭിക്കുന്ന വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. 1750 സ്ക്വയർ ഫീറ്റ് ആണ് ഈ 3 ബെഡ്റൂമിന്റെ വീടിന്റെ വലിപ്പം വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ബെഡ്റൂമിനും നല്ല വലിപ്പം നമുക്ക് ലഭിക്കുന്നുണ്ട്. കബോർഡ് വർക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞൊരു വീടിന്റെ ബാത്റൂമിന്റെ ഡോർ ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ സെറ ബ്രാൻഡാണ് ഇവിടെ ഫിറ്റിംഗ്സിനും സാനിറ്ററീസിനുമായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇലക്ട്രിസിറ്റിക്കായി 3 ഫേസ് കണക്ഷനാണ് ഉപയോഗിക്കുന്നത്. ഒരു ടേബിൾ ടോപ്പോട് കൂടി ഒരു വാഷ് കൗണ്ടർ നമുക്ക് കാണാം. സ്റ്റീലിന്റെ ഹാൻഡ് റെയിലാണ് ഇവിടെ സ്റ്റെപ്പിനായി ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ ഫ്ലോറിങ്ങിന് ഗ്രാനൈറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ ഇനി 1ാമത്തെ നിലയിലേക്ക് വരാം. സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഒരു ഹോളിലേക്കാണ് നമ്മൾ കയറി നിൽക്കുന്നത്. സ്റ്റെപ്പിന്റെ 2 സ്റ്റെപ്പ് താഴെയായി ഒരു ലാൻഡിംഗ് ലഭിക്കുന്നുണ്ട്. ആ ഒരു സ്പേസ് ആണ് ഇവിടെ കാണാൻ കഴിയുക. അവിടെയും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നൊരു ഡോർ പുറത്തേക്ക് വരുന്നുണ്ട്. അതൊരു ബാൽക്കണിയിലേക്കുള്ള ഡോറാണ്. അത് നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് കാണാം. അങ്ങനെ സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഒരു U ഷേപ്പിൽ വരുന്ന ഒരു ഹോളിലേക്കാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെയായി നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. മനോഹരമായ 1ാമത്തെ നിലയിലെ ബെഡ്റൂമിലേക്ക് നമുക്ക് പോയി നോക്കാം. ഈ കാണുന്ന സ്പേസിലാണ് ബെഡ്റൂം
ഒരെണ്ണം. ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ അതിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ്. 2 ഭിത്തിയിലും വിൻഡോ വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചവും ലഭിക്കുന്നുണ്ട്. വലിപ്പമുള്ളൊരു ബാത്റൂമാണ് ഇവിടെ കാണാൻ കഴിയുക. ഒരു സ്ക്വയർ ടൈപ്പിലാണ് ഇവിടുത്തെ ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. 3ാമത്തെ ബെഡ്റൂം ഈ ഒരു സൈഡിലായാണ്. ഇതിന് 14 അടി നീളവും 10 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയോടുകൂടി നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് വരുന്നത് കാക്കനാടടുത്ത് പള്ളിക്കരയിലാണ്. അങ്ങനെ 3 ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് വീടിൻ്റെ സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും വിലയുടെയും വിശദ അംശങ്ങൾക്ക് നമുക്ക് പോകാം. കാക്കനാടിൽ നിന്നും ജസ്റ്റ് 9 കിലോമീറ്റർ മാത്രം ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന 4 സെന്റിൽ 1750 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 60 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.